പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഡെയ്നി. എൻ്റെ സ്വദേശം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളം എന്ന സ്ഥലത്താണ്. ഞാനൊരു പെന്തക്കോസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. മാതാപിതാക്കൾ അവരും പെന്തക്കോസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അങ്ങനെ ഞാൻ ബേസിക്കലി സഭയും സൺഡേ സ്കൂളും PBSും എൻ്റെ കുട്ടിക്കാലമെല്ലാം ആത്മീയത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ ആത്മീക കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുകയും അതുപോലെ വചനം പഠിക്കാനും സ്കൂളിൽ സിലബസ് പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വചനം പഠിക്കാൻ എന്നെ പ്രോത്സാഹനം എല്ലാം നൽകി. അങ്ങനെ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു. അതെല്ലാം എൻ്റെ ഈ ഓരോ എഡ്യൂക്കേഷൻ്റെ വിജയങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത വിജയമാണ്. അത് കഴിഞ്ഞ് എനിക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട് എൻ്റെ ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു പഠനമായിരുന്നു നേഴ്സിംഗ് പഠനം. പക്ഷെ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. എന്നോടൊപ്പം പഠിച്ച എല്ലാവരും കോളേജുകളിലെല്ലാം ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് മുന്നിൽ ഒരു പ്ലാൻ ഇല്ലാതെ ഞാൻ അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു തക്ക സമയത്തെ ഇടപെടൽ മുഖാന്തരം എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയതും വളരെ അത്ഭുതമായൊരു നിലയിലായിരുന്നു. അസാധ്യങ്ങളിൽ സാധ്യമാക്കുന്ന ദൈവം പല കോളേജുകളിലും അവസാനത്തെ വ്യക്തിയുടെ അഡ്മിഷനും ക്ലോസ് ആയ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു സീറ്റ് ആ കോളേജിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിലൊരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ ഒരു സമയത്ത് എൻ്റെ പപ്പ അവിടുത്തെ സെക്രട്ടറിയോട് ചോദിച്ച ഒരേ ഒരു കാര്യമാണ്, ഇവിടെ നിന്ന് ചർച്ചിൽ പോകാൻ പെർമിഷൻ ഉണ്ടോ എന്നൊരു കാര്യം മാത്രമേ പപ്പ ചോദിച്ചുള്ളൂ. ഞാൻ ആ കോളേജിൽ പോയപ്പോൾ എനിക്ക് ആ കോളേജ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രതീക്ഷയെല്ലാം വളരെ ഒരു ഹൈ ലെവലായിരിക്കും. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നൊരു ലെവലിലായിരുന്നു ആ കോളേജിൽ. എന്നാൽ കർത്താവ് അവിടെ 4 വർഷം പഠിച്ച് പൂർത്തീകരിക്കുവാനും അവിടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ കർത്താവ് ആ കോളേജിന് സർട്ടിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ അത്ഭുതകരമായി പ്രവർത്തിച്ചു. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട കോളേജ് തന്നെയായിരുന്നു. പുറമേ കാണുന്നത് പോലെയല്ല, ആ കോളേജ് വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ ആത്മീകമായി അവിടെയും എനിക്ക് കർത്താവിനെ ഉയർത്തുവാനെല്ലാം ദൈവം സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലാണ് 3 വർഷം വർക്ക് ചെയ്തത്. ചെന്നൈയിൽ 3 വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ളവരെല്ലാവരും നേഴ്സിംഗ് പഠിച്ചാൽ അടുത്തൊരു പ്രധാനപ്പെട്ട എയിമെന്ന് പറഞ്ഞാൽ വിദേശത്ത് പോവുക. പക്ഷേ എൻ്റെ കൂടെയുള്ളവരെല്ലാം വിദേശത്ത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും എൻ്റെ SSLC സ്കൂളിൽ ചേർത്ത ഡേറ്റ് ഓഫ് ബർത്തും രണ്ടും രണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പാസ്പോർട്ട് എടുക്കാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ആ സമയത്ത് ഗവൺമെൻറ് ഒരു റൂള് ചേഞ്ച് ചെയ്തു. ഈ വർഷം 1991 മുന്നേ ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും പാസ്പോർട്ട് എടുക്കാമെന്നൊരു നിയമം കൊണ്ടുവരികയും അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ കൂടെ എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് സൗദിയിലേക്കുള്ള ആ MOHൻ്റെ ഇൻ്റർവ്യൂ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു, നമ്മൾ കുറേ പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഒരു പ്രാവശ്യം നമുക്കത് കിട്ടുകയുള്ളൂ. നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് വളരെ ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് അതിന് അപ്പിയർ ചെയ്യുമ്പോൾ അവർ 10-15 പേരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയോടൊപ്പം അവളുടെ കൂടെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. എനിക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തത് നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 200ഓളം പേര് അതിൽ സെലക്ട് ആകുവാനിടയായി. 200ഓളം പേരിൽ അവർക്ക് ആകെ 10 പേരെ അവർക്ക് സ്റ്റാഫായിട്ട് മതി. അപ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. ആ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്തും ഞാൻ വെറുതെ എന്തായാലും ഇതുവരെയും വന്നു. കർത്താവ് എനിക്ക് ആദ്യം ഒരു പ്രിലിമിനറി ടെസ്റ്റ് വയ്ക്കാനിടയായി. ആ ടെസ്റ്റിൽ പാസ്സായി. അപ്പോൾ എന്തായാലും ആ ടെസ്റ്റ് പാസ്സായല്ലോ, ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് 9ാമത്തെ വ്യക്തിയായിട്ട് എനിക്ക് സെലക്ഷൻ ലഭിക്കുവാനിടയായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ സൗദിയിലേക്ക്
11ാം വർഷം ഞാൻ സൗദിയിലേക്ക് കടന്നുപോയി. അവിടെ ഞാൻ കടന്നുപോയി 2 വർഷം കഴിഞ്ഞതിന് ശേഷം കർത്താവ് എനിക്കൊരു കുടുംബജീവിതം നൽകുവാനിടയായി. ആ കുടുംബജീവിതം ഇതെല്ലാം എനിക്ക് അത് ഈ ഓരോ പോയിന്റ് സംഭവിച്ചതും ഇതെല്ലാം എനിക്ക് സാക്ഷ്യമാണ്. കാരണം ഞാൻ ബാങ്ക് ലോൺ എടുത്താണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ ബാങ്ക് ലോൺ നാട്ടിലുള്ള സാലറി വെച്ചാണെങ്കിൽ അന്ന് എനിക്ക് 5,000 to 8,000-നകത്തുള്ള സാലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാലറി വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. ഞാൻ ആ സൗദിയിലെത്തിയതിന് ശേഷമാണ് എൻ്റെ ബാങ്ക് ലോൺ അടച്ചതും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം നടന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നൽകി. ഒരു പാസ്റ്ററുടെ മകനാണ് എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് ദുബായിലൊരു കമ്പനിയിൽ, സാംസങ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ സൗദിയിലും ഹസ്ബൻഡ് ദുബായിലുമായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ദൈവമാക്കുമെന്ന്. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് വിസിറ്റിങ്ങിന് കൊണ്ടുപോകാമെന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് വിസിറ്റിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ സമയത്ത് വിസിറ്റിംഗ് വിസ ലഭിക്കാൻ വളരെ സാധ്യത കുറവായിരുന്നൊരു സാഹചര്യമായിരുന്നു സൗദി അറേബ്യയിൽ അപ്പോഴുണ്ടായിരുന്നത്. എന്നാൽ അവിടെയും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരുടെ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് ഓഫീസർ എഴുതി കയ്യിൽ കൊടുക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ എന്തിനാണ് നീ ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അതുവരെയും എല്ലാവരോടും ദേഷ്യപ്പെട്ട ആ ഒരു വ്യക്തി കറക്റ്റ് എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എന്നോട് ചിരിച്ചുകൊണ്ട് നീ നിൻ്റെ ഹസ്ബൻഡിനോട് വരണ്ടെന്ന് പറയേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സൈൻ ചെയ്ത് തരുവാനിടയായി. ഞാൻ വളരെ അതിശയത്തോടെ അത് വാങ്ങിക്കൊണ്ട് ഞാൻ വന്നു. അങ്ങനെ ഹസ്ബൻഡ് എന്നോടൊപ്പം സൗദിയിൽ അവിടെ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഏതെങ്കിലും ഒരു ഡ്രൈവിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ചെറിയ കടയിൽ എന്തെങ്കിലും ജോലി ചെയ്യാനേ ഇവിടെ സാധിക്കുള്ളൂ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ദൈവം എവിടെയാക്കിയാലും കുടുംബമായിട്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രൊഫഷൻ മാറ്റിയിട്ട് ഒരിക്കലും ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കരം പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ഞങ്ങൾ എവിടെയാക്കിയാലും ഞങ്ങളുടെ പ്രൊഫഷൻ മാറാതെ തന്നെ ഒരു ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഞങ്ങളൊരു കൂട്ടായ്മയിൽ സൗദി അറേബ്യയിലെ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളായിരുന്നത്. ആ കൂട്ടായ്മയിലുണ്ടായിരുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു പ്രദേശത്ത് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഒരു ചാൻസും ഇല്ലാതിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞങ്ങൾ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി അവിടെ ഒരു പ്രോജക്റ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുവാനും ആ പ്രോജക്റ്റിലേക്ക് ദമാമിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഹസ്ബൻഡിന് അവിടെ സെലക്ഷൻ ലഭിക്കുവാനും ഇടയായി. അവിടെ അതുവരെ ആയിരുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ അവരെ ട്രാൻസ്ഫർ ചെയ്തു വേറൊരു പ്രദേശത്തേക്ക് ആക്കുവാനും ഹസ്ബൻഡിന് അവിടെ 5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ 5.5 വർഷം ഹസ്ബൻഡ് ആ കമ്പനിയിലായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ ഒരു സമയത്ത് 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റായി, അബോർഷനായി 2 പ്രാവശ്യം. സഭയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയേറെ പ്രാർത്ഥിച്ചു. ഞങ്ങളെ കാണുന്നവരും ഞങ്ങളെ അറിയുന്നവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും കാരണം ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുമ്പോൾ വളരെ പ്രതീക്ഷയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും കരഞ്ഞോ വിഷമിച്ചോ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ പെട്ടെന്ന് മെൻ്റലി ഡൗൺ ആകും എന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും ആ റൂമിനകത്ത് കയറി കരം പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും. കാരണം ആ റൂം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ചൊരു റൂമാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനയെല്ലാം വെക്കുന്നത് ആ റൂമിലിരുന്നിട്ടാണ്. ആ റൂമിലാണ് ദേവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. സഭയായി അവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യാശയും ആ ഒരു പ്രാർത്ഥനയുടെ ഒരു വിടുതൽ ഞങ്ങൾക്ക് ആ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഒരു ആശ്വാസം ഞങ്ങൾക്ക് ആ റൂമിൽ ലഭിക്കാറുണ്ട്. അങ്ങനെ 5.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒരു പൈതലിനെ ദാനമായി നൽകി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പൈതങ്ങളെ കൂടി ദാനമായി നൽകി. അങ്ങനെ 3 മക്കൾ, 2 ആണും 1 മകളും ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് നൽകി. അങ്ങനെ 3 കുഞ്ഞുങ്ങളായിട്ട് സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും ഒരാൾ ജോലി നിർത്തണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ പ്രിയപ്പെട്ടവന് ഞാനും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു, എന്തായാലും നമുക്ക് നാട്ടിലേക്ക് കടന്നു പോകാം. നാട്ടിൽ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം, ഒന്നുകിൽ നാട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കാനിടയായി. അങ്ങനെ എല്ലാ നേഴ്സുമാരും
എഴുതുന്ന പോലെ ഞാനും OET എക്സാം എഴുതി ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ പ്രോസസ്സിങ് ഏകദേശം ഒരു 90% ആയപ്പോൾ ഞങ്ങൾ കുടുംബമായി അവിടുന്ന് നാട്ടിലേക്ക് നിർത്തി വരുവാനിടയായി. നാട്ടിൽ വന്ന് ആ ഒരു സമയത്താണ് ന്യൂസിലാൻഡിൽ വളരെ നഴ്സുമാർക്ക് ക്രൈസിസ് ഉണ്ടായി. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് പഴയതുപോലെ ജോലി അവിടെ ലഭ്യമല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഞങ്ങൾ ശരി എന്തായാലും നാട്ടിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാമെന്നൊരു തീരുമാനമെടുക്കാനിടയായി. ഹസ്ബൻഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ കയറി. 2025 ഞാനും ഇവിടെ ട്രിവാൻഡ്രം താനേറയിലുള്ള കിംസ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി. കുഞ്ഞുങ്ങളെ ഇവിടെ നാട്ടിൽ തന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ സന്തോഷകരമായി എവിടെയായിരുന്നാലും കർത്താവ് ഞങ്ങളെ എവിടെയാക്കുന്നു അവിടെ കർത്താവിൻ്റെ ആ ഒരു സാക്ഷികളായി തന്നെ നിൽക്കുമെന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ നാട്ടിൽ അങ്ങനെ സെറ്റിലാകാമെന്നുള്ള തീരുമാനത്തിൽ എത്തി. ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് August 5 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഡ്യൂട്ടിക്ക് ഞാൻ ഒരു 2 വീലറിലെടുത്ത് ഞാൻ 2 വീലറിലാണ് ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. സന്തോഷകരമായി ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സമയം. അപ്പോൾ ഇതിനിടയിൽ ഒരു സൈഡിൽ ന്യൂസിലാൻഡിലെ ക്രൈസിസും കാര്യങ്ങളും എന്നെ മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട്. കർത്താവെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണോ? കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, സൗദിയിൽ നിന്ന് എന്തിനാണ് ചേച്ചി നിർത്തി വന്നത്? എൻ്റെ കൂടെയുള്ള എല്ലാവരും പല രാജ്യങ്ങളിലും സെറ്റിലായി, അപ്പോൾ നിങ്ങളും എങ്ങോട്ടെങ്കിലും നോക്കണില്ലേ? അതോ നോക്കിയിട്ട് കിട്ടാത്തതാണോ? ഇങ്ങനെ പല വാക്കുകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വിഷമം കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് ആരോടും പറയുകയോ അത് പുറത്ത് കാണിക്കുകയോ ചെയ്യാതെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നെ ആത്മീകമായി അതിങ്ങനെ ബാധിക്കാനിടയായി. കാരണം എനിക്ക് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ ഞങ്ങൾ അങ്ങനെ ഒരു റൂം വേർതിരിച്ചിരുന്നുള്ള പ്രാർത്ഥന അതെല്ലാം കുറഞ്ഞു. കാരണം നാട്ടിലെ തിരക്ക്, പെട്ടെന്ന് സൗദിയിൽ നിന്ന് ഇവിടെ വന്നു, നാടുമായിട്ട് സെറ്റാകണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പഴയതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. വിഷമവും വരുമ്പോൾ അതെൻ്റെ ആത്മീക ജീവിതത്തെ ബാധിക്കാനിടയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി ദൈവത്തോട് പഴയ പോലെ ഒരു സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പണ്ടാണെങ്കിൽ എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഞാൻ കർത്താവിനോട് പോയി പറയുമ്പോൾ എനിക്കൊരു ആശ്വാസം ലഭിക്കും. അത് പറയാനുള്ളൊരു എനിക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്നത് എൻ്റെ വിഷമങ്ങൾ കർത്താവിനോട് പറയുമ്പോഴാണ്. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് ഞാനിങ്ങനെ കർത്താവിനോട് സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു അനുഭവം നഷ്ടപ്പെട്ടു. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കത് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. ആരെന്ത് ഒരു ചെറിയ കാര്യം പറഞ്ഞാലും അത് ദിവസങ്ങളോളം എനിക്കത് വിഷമമായിട്ട് എൻ്റെ മനസ്സിലത് കിടക്കും. അങ്ങനെ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് എൻ്റെ ആത്മീകത്തിൽ തന്നെ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും ദൈവമായൊരു അടുപ്പം എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞാൻ ആരോട് പറയണമെന്നറിയില്ല. ഇതൊക്കെ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞ് എനിക്കൊരു ആശ്വാസം കിട്ടണം. എനിക്ക് ദൈവത്തോട് പോലും അപ്പോഴും പറയാനുള്ളൊരു ഒരു മാനസികാവസ്ഥ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ ഞാൻ മെൻ്റലി ഒരുപാട് ഡൗൺ ആയി പോകും. അടുത്തിന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയണം. പക്ഷേ എനിക്ക് ആ ഒരു ശീലം, അങ്ങനെ ഒരു ശീലം എനിക്കില്ല. ഞാൻ ആരെയും ഞാൻ അങ്ങനെ അത്രയും എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. കർത്താവുമായി പറയും, പിന്നെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ആ ഒരു സമയത്ത് രണ്ടുപേരും ഡ്യൂട്ടിയും കാര്യങ്ങളും വന്ന് കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതിനുള്ളൊരു മനസ്സ് കിട്ടുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ ഒരു സമയങ്ങളിലെല്ലാം ഞാൻ സ്കൂട്ടി ഓടിച്ചു പോകുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്ന പാട്ടുകളെല്ലാം പാടി ഞാൻ കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്ന അവസ്ഥയുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അറിയില്ല. കരയാനൊരു കാരണമല്ല, പക്ഷേ ഭയങ്കര വിഷമമാണ്. എനിക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ഹാപ്പിയാണ്, ജോലിയുണ്ട്, വിദേശത്തായിരുന്നു, വലിയ കടഭാരങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിഷമം, എന്തുകൊണ്ടാണ് ഈ മനപ്രയാസം വന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ വിദേശത്തേക്ക് പോയി ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ എന്നെ അത് പുറമേ ബാധിക്കുന്നില്ലെങ്കിലും എൻ്റെ ആത്മീക ജീവിതത്തിനെ അത് വളരെയധികം ഡൗൺ ആക്കി കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയാം, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞല്ലേ, നീ നല്ല ആത്മീകമായിട്ട് വളരുന്ന വ്യക്തിയല്ലേ, അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ ഉണ്ടാകും. കാരണം അവർ പറയുന്ന പോലൊരു ആത്മീക ലെവല് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അല്ല എന്നുള്ള ഒരു ഇത് ഭയങ്കര ഒരു വിഷമമായിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു. ഞാനൊരു നവംബർ മാസം 3-ാം തീയതി പതിവ് പോലെ ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു സമയം 12:45 ഞാൻ കിംസിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ഹൈവേയിൽ നിന്ന് ഞാൻ ഹൈവേ വഴിയാണ് പോകുന്നത്. കരിക്കകം സർവീസ് റോഡിലേക്ക് എൻ്റർ ആകുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഞാൻ വളരെ സ്ലോയിൽ ലെഫ്റ്റ് സൈഡ് പിടിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പതിയെയാണ് ഞാൻ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ മിററിലൂടെ നോക്കുമ്പോൾ എൻ്റെ പുറകെ ഒരു ലോറി ഹമ്പ് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു കാറ് റിവേഴ്സ് വന്നിട്ട് സൈഡിലോട്ട് ഒതുക്കാതെ ആ റോഡിൽ തന്നെ പാർക്ക് ചെയ്യാനിടയായി. അപ്പോൾ എനിക്ക് ഇടത്തോട്ട് ഒതുങ്ങാനുള്ളൊരു ചാൻസ് ഇല്ല. ഞാനങ്ങനെ ലെഫ്റ്റ് സൈഡാണ്, പക്ഷെ അത്രയും അറ്റത്തോട്ട് പോകാൻ ഈ കാറ് കിടക്കുന്നതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എന്തായാലും ഈ ലോറി എന്നെ കഴിഞ്ഞ് പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഈ ടിപ്പറിലുള്ള ആ വ്യക്തി പുള്ളിയുടെ കാൽക്കുലേഷൻ എന്താണെന്ന് അറിയില്ല, എന്നെക്കാളും മുന്നേ പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓവർടേക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിനിടയിൽ എൻ്റെ മിററിലോ അതോ ഹാൻഡിലോ സ്കൂട്ടിയുടെ ഹാൻഡിൽ എന്തോ ചെറുതായിട്ട് തട്ടി. ഞാൻ ഈ കാറിൻ്റെയും ഈ ടിപ്പറിൻ്റെയും ഇടയിലാകുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കാറിലേക്ക് നോക്കുമ്പോൾ ഡ്രൈവർ ഇരിപ്പുണ്ട്, തൊട്ടപ്പുറത്തൊരു വ്യക്തി ഇരിപ്പുണ്ട്, വലത്തോട്ട് നോക്കുമ്പോൾ ഒരു ടിപ്പറിൻ്റെ ടയറും ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും ആ സൗണ്ടും മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഹോസ്പിറ്റലിലായി 3-4 ദിവസം കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പറയുമ്പോഴും പിന്നെ CCTV കണ്ടുമുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടിപ്പറിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വീണത്. സ്കൂട്ടർ ഇടത്തോട്ടും ഞാൻ ഈ ടിപ്പറിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഫ്രണ്ടിലായിട്ട് വീണു. എന്നെയും കൊണ്ട് ഈ ടിപ്പർ ഒരു 10-15 മീറ്ററോളം മുന്നോട്ട് ആ ചൂടുള്ള റോഡിൽ ടാർ റോഡിൽ ഇഴച്ചുകൊണ്ട് പോകുവാനിടയായി. ആ ടയർ ഒന്ന് ഉരുണ്ടിരുന്നെങ്കിൽ എൻ്റെ തല ഉറപ്പായിട്ടും ഇന്ന് ഈ ബോഡിയിൽ ഉണ്ടാവില്ലായിരുന്നു. മരണത്തിനപ്പം തന്നെ ഞാൻ അടിയറവ് പറയേണ്ടി വന്നേനെ. എന്നാൽ ആ 15 മീറ്ററോളം ഈ ടിപ്പർ ലോറി, അതൊരു ടിപ്പർ ലോറി ആയിരുന്നു, ടിപ്പർ ലോറി നിരങ്ങിയാണ് പോയത്. ആ സഡൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത്രയും ഫോഴ്സിൽ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കരം അവിടെ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി വന്നപ്പോൾ എന്നെ കാണാനില്ല. ഞാൻ മരിച്ചു എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. എല്ലാവരും ഓടിക്കൂടി. പക്ഷെ ഒരു വ്യക്തി പോലും എന്നെ തൊടാനോ എടുക്കാനോ ആരും കൂട്ടാക്കിയില്ല. വീണ്ടും ഡ്രൈവർ പോയിട്ട് റിവേഴ്സ് എടുത്തിട്ടാണ് എന്നെ റോഡിലേക്ക് എന്നെ കാണാനുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും പറഞ്ഞു ഇത് ഡെഡ് ബോഡിയാണ്, നമുക്കൊരു തുണി എടുത്ത് മറയ്ക്കാം, അല്ലെങ്കിൽ പോലീസ് വരുന്നവരെ ഈ ബോഡി ആരും തൊടണ്ട, അല്ലെങ്കിൽ കേസാകും. അവർ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് പറഞ്ഞു 1/2 hour ആകും. എല്ലാവരും പറഞ്ഞു സാരമല്ല, ഡെഡ് ബോഡിയാണ്, പ്രശ്നമൊന്നുമില്ല, 1/2 hour കഴിഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരു ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുകയാണ്. കണ്ടവരെല്ലാം തലയിൽ കൈവച്ച് ഓടുവാനിടയായി. ഒരു മനുഷ്യൻ പോലും അവിടെ നിന്നില്ല. CCTVയിൽ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ആരും അവിടെ കൂടുന്നില്ല, ജസ്റ്റ് നോക്കുന്നുണ്ട്. കാരണം അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് എൻ്റെ മുഖത്തുണ്ടായിരുന്നത്. മുഖത്ത് തൊലിയും എല്ലാം സ്കിന്നും ഈ ചുണ്ടും എല്ലാം പൊട്ടി, അതുപോലെ വളരെ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന ഒരവസ്ഥ. എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് അവിചാരിതമായി എന്ന് നമുക്ക് തോന്നാമെങ്കിലും ആ സമയത്ത് മെയിൻ റോഡിലൂടെ കോസ്മോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 4 ഡോക്ടർമാർ, അവരൊരു സർജിക്കൽ ടീമായിരുന്നു. അവർ 4 പേരും ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അവർ ഈ അപകടം കാണുവാനും പെട്ടെന്ന് അവരവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് സർവീസ് റോഡിലേക്ക് ചാടി ഇറങ്ങി. നോക്കിയപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചെറിയൊരനക്കം ഉണ്ടായിരുന്നു. ചെറിയൊരനക്കം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അനങ്ങി ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വലത് കൈ ആ ജോയിൻറ്റിൽ നിന്ന് സ്ലിപ്പായി ഡ്രസ്സിന് വെളിയിലേക്ക്, ജാക്കറ്റിൻ്റെ വെളിയിലേക്ക് തെറിച്ചിങ്ങനെ വരുവാനിടയായി. ആ സമയത്ത് ബാക്കി കണ്ടു നിന്നവരും അവരും മാറിക്കളഞ്ഞു. ഈ 4 ഡോക്ടേഴ്സും അവർ ഒരുമിച്ച് വന്നിട്ട് എന്നെ പെട്ടെന്നെടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് എന്ത് കെയർ കൊടുക്കണമോ ആ കെയർ എനിക്ക് അവരവിടെ തരുവാനിടയായി. ഒരു എമർജൻസി പേഷ്യൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ പെർഫെക്റ്റ് ആയിട്ട് അവരെനിക്ക് ആ ഒരു കെയർ നൽകുവാനിടയായി. ആ ഡോക്ടറെ ഞങ്ങൾ പിന്നീട് പോയി കണ്ടു. ആ ഡോക്ടറാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞത് അന്ന് രാവിലെ ഞാൻ ഒരു എമർജൻസി ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ കല്യാണത്തിന് പോയതാണ്, എന്നാലും അത്രയും
അത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം കർത്താവിനറിയാം ഇന്ന് ഉച്ചയ്ക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ദൂതന്മാരെ കർത്താവ് അയക്കും എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചത് ഈ 4 പേരും ദൂതന്മാരായിരുന്നു. അവരെന്നെ നോക്കിയില്ല, ഞാൻ ആരാണെന്ന് നോക്കിയില്ല, ഏത് വ്യക്തിയാണെന്ന് നോക്കിയില്ല. അവർ പെട്ടെന്ന് ചാടിയിറങ്ങി ആ ഒരു കെയർ എനിക്ക് തന്നു. പെട്ടെന്ന് തന്നെ എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി, ആംബുലൻസിന് വെയിറ്റ് ചെയ്ത ഓട്ടോയിൽ കയറ്റി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായി. പക്ഷേ എന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കാമെന്നുള്ള തീരുമാനത്തോടെ എടുത്തു. എന്നാൽ എൻ്റെ മൊബൈലിൽ ഞാൻ രാവിലെ എൻ്റെ ഒരു കസിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൾ തന്നൊരു മെസ്സേജിൻ്റെ റിപ്ലൈ ആയിട്ട് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. ആ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞ് കണ്ടിട്ട് ഈ ഡോക്ടറിന് ഈ നമ്പർ എടുത്ത് അവളെ വിളിക്കുവാനിടയായി. വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, ഇത് ഡെയ്നി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഈ ചേച്ചി കിംസ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ അവരൊന്നും ആലോചിച്ചില്ല, അവർ നേരെ എന്നെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഇടയായി. ഇതൊരു അൺനോൺ ആളാണെന്ന് പറയാതെ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇത് നിങ്ങളുടെ സ്റ്റാഫാണ്, ഞങ്ങൾക്ക് ഇന്ന ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് കിട്ടി, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാനിടയായി. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും അലേർട്ടായി. അവരുടെ സ്റ്റാഫാണ്. അതുപോലൊരു കെയർ എന്നെ സ്റ്റാർട്ടിങ് മുതൽ അവർ നന്നായിട്ട് കെയർ ചെയ്യാനിടയായി. അപ്പോഴാണ് എനിക്ക് ബോധം വന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മാനേജർ അനുപമ സിസ്റ്ററും അതുപോലെ തന്നെ ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് അവരെല്ലാം വന്ന് ഇപ്പുണ്ട്. ഞാൻ എന്താ ഇവിടെ? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്താണ് എനിക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായി. പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്നും എനിക്ക് മനസ്സിലായില്ല. എമർജൻസി ആയിട്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാനൊരു വാക്ക് കേട്ടു. ഡോക്ടർ അപ്പോഴാണ് എൻ്റെ ഡ്രസ്സിങ് എല്ലാം നോക്കുന്നത്. ഡ്രസ്സിങ് നോക്കുമ്പോഴത്തേക്ക് CT എടുത്തായിരുന്നു. CT എടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ 8 വാരിയലിന് 10 പൊട്ടലാണ് ഉണ്ടായത്. എൻ്റെ ഷോൾഡർ ബോൺ പൊട്ടി മാറിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പൊട്ടലും ഇത്രയും ഫ്രാക്ചർ ഉണ്ടായിട്ടും അതിനൊന്നും ഒരു അലൈൻമെൻറ്റിനൊന്നും വ്യത്യാസമുണ്ടാകാതെ ഈ 4 പേരും ഒരുമിച്ച് ഒരുപോലെ എന്നെ എടുത്ത് ആ ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നത് കൊണ്ട് അതിനൊന്നും ഒരു സ്ഥാനമാറ്റം സംഭവിക്കാനിടയായില്ല. ദൈവം എന്നെ അവിടെ നിന്ന് കരുതി. ആ അപകട സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നെ കരുതുവാനിടയായി. എൻ്റെ അതുപോലെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും അവിടെ കടന്നു വരുവാനിടയായി. അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്, നിനക്കൊന്നും സംഭവിക്കുകയില്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെ ആശ്വസിപ്പിക്കുവാനിടയായി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഞാൻ ICUലായിരുന്നു. 6 ദിവസം ICUലായിരുന്നു. 6 ദിവസവും എനിക്ക് എന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ സംസാരിക്കുവാനിടയായി. എൻ്റെ ലങ്സിലെല്ലാം ബ്ലഡും അതുപോലെ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ലങ്സിൽ ഇത് കൂടുകയാണെങ്കിൽ പിന്നെ നമുക്കത് ട്യൂബിട്ട് എടുക്കേണ്ടി വരും. അതുപോലെ എൻ്റെ കിഡ്നി ഫെയിലിയർ ഒരു സസ്പെക്റ്റ് ചെയ്തു. അതും കിഡ്നി ഏത് നിമിഷവും ഡയാലിസിസിലേക്ക് പോകാം, അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടാകാം. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒരുപാട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇടയ്ക്ക് എൻ്റെ BP എല്ലാം ഡൗൺ ആയായിരുന്നു. ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, കാരണം ഒരു നേഴ്സ് ആയതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ചുറ്റും നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഡോക്ടർ എനിക്കൊരു ഒരു സമയത്ത് എന്നോട് അവിടെയുള്ള എല്ലാവരും വളരെ കെയറിങ് ആയിട്ടാണ് അവരെന്നോട് പെരുമാറിയത്. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെ എനിക്ക് അവിടെ അനുഭവിച്ചറിയാനിടയായി. എൻ്റെ ചുറ്റിലുമുള്ളവർ, എന്നെ ചികിത്സിക്കുന്നവർ എല്ലാവരും എന്നോട് ഒരു നമ്മളോട് കൂടെ ഇരുന്ന് ചെയ്യുന്നത് പോലെ വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു കംഫർട്ട് സോണിലാണ് ഞാൻ അവിടെ ആയിരുന്നത്. അത്രയ്ക്ക് എനിക്ക് വേദനയുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ആ വേദനയിൽ മാനസികമായിട്ട് തളരാതെ അവരെന്നെ അതുപോലെ പാമ്പർ ചെയ്ത് എന്നെ നോക്കി. ICUവിൽ ഒരു വ്യക്തിക്ക് പോലും കിട്ടാത്തൊരു കെയറിങ് ആണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം 24 hours ICUവിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ കണ്ണൂർ നോക്കിയാലും എനിക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും അവിടെ ഉണ്ടാകും. അവരെല്ലാം ആശ്വസിപ്പിക്കുന്നവരായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ 2ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഫോട്ടോ ഒന്ന് എനിക്ക് എടുത്തു തരാമോന്ന്. ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ സകല പ്രതീക്ഷയും അസ്തമിച്ചു. കാരണം എൻ്റെ ഫോട്ടോ ഞാൻ മൊബൈലിൽ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുപോലെ വികൃതമായിരുന്നു എൻ്റെ മുഖം. അതുവരെയും എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഡൗൺ ആയിപ്പോയി. എന്നാൽ വീണ്ടും ദൈവമക്കൾ ആ ഒരു നിമിഷം മുതൽ, എൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞത് മുതൽ പല പ്രെയർ ഗ്രൂപ്പുകളിലും ഒരു മെസ്സേജ് അയച്ചു, ഇതുപോലെ ആക്സിഡൻ്റായിട്ട് ഒരു സിസ്റ്റർ കിടപ്പുണ്ട്. എന്നെ അറിയുന്നവരും അറിയാത്തവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലം എല്ലാം എനിക്ക് ICUവിൽ അനുഭവിക്കാനിടയായി.
ICUവിൽ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ കസിനായിരുന്നു അവിടുത്തെ ഡോക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത്. അവളവിടെ PG പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷെ അവളുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് ICUവിൽ ലഭിച്ചപ്പോൾ അവളുടെ ആദ്യത്തെ പേഷ്യൻ്റ് ഞാനായിരുന്നു. എനിക്ക് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാം ചുറ്റുമുണ്ട്, ഡോക്ടറും എൻ്റെ ഫാമിലി മെമ്പറാണ്. അങ്ങനെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. ദൈവം എന്നെ അവിടെ ബലപ്പെടുത്തി. ICUവിൽ ആകുന്ന പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവിടെ പേഷ്യൻ്റായിട്ട് കിടന്ന് ആ കെയർ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും. എൻ്റെ ചുറ്റും ഇരിക്കുന്ന പേഷ്യൻ്റ്, എൻ്റെ ചുറ്റിലുമുള്ള പേഷ്യൻസിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, അയ്യോ ഇങ്ങനെയാണല്ലോ. അപ്പം ഞാനും അതിലൊരാളായിട്ട് കിടന്ന് ആ കെയർ അനുഭവിക്കുമ്പോൾ എനിക്കറിയാം ആ ICUവിലെ ഒരു പേഷ്യൻറ്റിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ഡിപ്രഷനിലേക്ക് പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ ഒന്നും പോകാതെ വണ്ണം, തളരാതെ വണ്ണം കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും, അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും, അതുപോലെ ഡോക്ടേഴ്സും, അവിടുത്തെ നേഴ്സുമാരും എല്ലാവരും, ഞാൻ ഒന്നനങ്ങിയാൽ എൻ്റെ ചുറ്റിലും എല്ലാവരും ഉണ്ടാകും. എല്ലാവരോട് ചിരിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു, ശക്തീകരിച്ചു. മൂന്നാമത്തെ ദിവസം എന്നെ അവർ എഴുന്നേൽപ്പിക്കുവാനിടയായി. ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു, എഴുന്നേൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റു, എന്നെ നടത്തുവാനിടയായി. അതുപോലെ ഫുഡ് കഴിക്കാനും, ഫുഡൊന്നും അപ്പോൾ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു, എന്നാൽ എനിക്ക് ഫുഡെല്ലാം അവർ തന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നേരത്തെ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം ഉണ്ടായി. അങ്ങനെ അവിടുന്ന് എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ സർജറി അവർ ഡിസൈഡ് ചെയ്തു. കാരണം എൻ്റെ കൈ മുട്ടിന് അവിടെ വെച്ചാണ് അത് പോയത്. അപ്പോൾ എനിക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇഞ്ചുറി ഉണ്ട്. ഷോൾഡർ എന്നെ വേറെ എവിടെ മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ ഡെഡ് ബോഡി ആകുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഷോൾഡറിന് അവിടെ വെച്ച് അവർക്ക് മുറിച്ച് മാറ്റേണ്ടി വരുമായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു, അടുത്തൊരു ഹാൻഡ് വെക്കണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റമ്പിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു സ്റ്റമ്പിൻ്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാക്സിമം അവർ ശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിന് നമുക്ക് നോക്കാം, 10 ഡേയ്സ് കഴിഞ്ഞ് വയബിൾ അല്ലെങ്കിൽ വീണ്ടും ഇത് മുറിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും ഇത് ഷോർട്ട് ചെയ്യേണ്ടി വരും, അതിൻ്റെ എല്ലിൻ്റെ എല്ലാം അവസ്ഥ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 10ാമത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം എന്നെ ഡ്രസ്സിങ്ങിനായിട്ട് കൊണ്ടുപോയി. പോകുന്ന സമയത്ത് എനിക്ക് തോന്നി, ദൈവമേ, പലർക്കും ആ കൈ വെച്ചിട്ട് തിരിച്ച് വീണ്ടും തുന്നിക്കെട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കൈ ഉണ്ടെന്നും എനിക്ക് മതിയായിരുന്നു. കൈ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു കൈ ഉണ്ടല്ലോ, ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ എന്നെനിക്ക് സാക്ഷ്യമായിട്ട് പറയാമല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ ഡ്രസ്സിങ്ങിന് താഴോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ ഡ്രസ്സിങ്ങിനിരിക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഒരു വ്യക്തി കടന്നുപോയി. ആ വ്യക്തിക്ക് 2 കൈയും 2 കാലുണ്ട്. ആ വ്യക്തിയുടെ വലത് കൈ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത് പല സർജറിയുടെ പാടുകൾ ആ കയ്യിലുണ്ട്. ആ കൈ ഒന്ന് ചലിപ്പിക്കാനോ ഒന്ന് മേളിലോട്ടാക്കാനോ താഴോട്ടാക്കാനോ പറ്റാതെ ആ വ്യക്തി എൻ്റെ മുന്നിലൂടെ നടന്നുപോയി. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, അഥവാ തിരിച്ച് എൻ്റെ കൈ തുന്നിക്കെട്ടിയാലും ഇതുപോലൊരവസ്ഥയിലായിരിക്കും ഞാൻ. വർഷങ്ങളോളം മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും. അതിനേക്കാളും നല്ലത് ഒരു ആർട്ടിഫിഷ്യൽ ഹാൻഡ് വെക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഡ്രസ്സിങ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, വയബിളല്ല, നമുക്ക് മസിൽസൊക്കെ വേറെ വെക്കേണ്ടി വരും. എൻ്റെ തൈസിലെന്നും അല്ലെങ്കിൽ പുറകിലെന്നും മസിൽസ് എടുത്ത് ഇവിടെ വെച്ച് നമുക്ക് ചെയ്യേണ്ടി വരും, നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ടി വരും, നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് നോക്കാം, ഇതൊരു വലിയ സർജറിയാണ്. അങ്ങനെ വീണ്ടും പ്രതീക്ഷ കുറയുന്നൊരു സമയം ഞങ്ങളെല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു. ആ ഒരു രാത്രി കൊണ്ട് എല്ലാവരും ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. 4 മണിക്കൂറുള്ള സർജറിക്ക് വേണ്ടിയാണ് കയറ്റിയത്. മസിൽസൊക്കെ എടുത്ത് വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എങ്ങും ഡ്രെയിനേജ് ട്യൂബോ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ പുറത്തിറങ്ങിയ ഉടനെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഒരു ഡ്രസ്സിങ് എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മസിൽസ് ഒന്നും എടുക്കേണ്ടി വന്നില്ല, അത്രയും വയബിളാണ്, കുഴപ്പമൊന്നുമില്ല, സ്കിന്ന് മാത്രമേ എടുത്ത് അവിടെ കവർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും മസിൽസൊക്കെ നല്ല വയബിളാണെന്ന് പറഞ്ഞു. തലേ ദിവസം വരെ അത് വയബിലിറ്റിക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കർത്താവ് അത്ഭുതകരമായിട്ട് ആ ഒരു ലെങ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും എനിക്ക് അവിടെ ദൈവം അത്ഭുതകരമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് അവിടെ കിട്ടുന്ന കെയറും ഒരു VIP കെയർ ആയിരുന്നു എനിക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ ലഭിച്ചത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ചേച്ചി എത്ര വർഷം ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു, വെറും 3 മാസം. 3 മാസത്തെ ആ ഒരു വർക്കേ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെയ്തുള്ളൂ. പക്ഷെ അവിടെ ഉള്ള എല്ലാവരും എന്നോട് ഭയങ്കര കെയറിങ് ആയിട്ടും ഭയങ്കര ഒരു സപ്പോർട്ട്. അവരുടെ ഒരു ഫാമിലി മെമ്പറിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അവരെത്രമാത്രം നിൽക്കുമോ, അതുപോലെ പലരും അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് മണിക്കൂറുകൾ എൻ്റെ അടുത്ത് നിന്നിട്ടാണ് പലരും ഭവനങ്ങളിലേക്ക് പോകുന്നത്. ആ ഒരു ദൈവ
പൈതലിനെ ദൈവം എവിടെയാക്കുന്നോ ആ ഒരു സ്ഥാനത്ത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ ആ ഒരു ആദരവ് നമുക്ക് ലഭിക്കുവാൻ ദൈവം സഹായിക്കും. ശരിക്കും ആ ഒരു പാമ്പറിങ് ഞാൻ അനുഭവിച്ചു, ദൈവത്തിൻ്റെ കരം അനുഭവിച്ചു. ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ട് പലരും എന്നോട് ചോദിച്ചു ഞാനായിരുന്നെങ്കിൽ തളർന്നു പോയേനെന്ന്. പക്ഷെ തളരാതെ വണ്ണം എന്നെ താങ്ങുന്ന ആൾക്കാരെ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരെ എൻ്റെ ചുറ്റും കൊണ്ടുവന്നു. എന്നെ കാണുന്നവരെ, എൻ്റെ കൂടെ വരുന്നവരെ, എന്നെ നോക്കാൻ വരുന്നവർ എല്ലാവരും എനിക്ക് അത്രയും സപ്പോർട്ടീവായിട്ടാണ് നിന്ന്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ ഞാനതിന് വിഷമിക്കണം. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, കാരണം ഈ കൈ കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡിനുമാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് കൈയില്ലാതെ കുഴപ്പമില്ല, ജീവിക്കാം. ഇടത് കൈ കൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങി, ഇടത് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് വന്ന് പല കാര്യങ്ങൾക്കും ട്രെയിനിങ് തരുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയി. പക്ഷേ ഈ കൈ കൊണ്ട് പ്രയോജനമുള്ളത് എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കുമാണ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എൻ്റെ കൈ പോയല്ലേ? പക്ഷെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, കൈയല്ലേ പോയുള്ളൂ, നീ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ, നീ ഉണ്ടല്ലോ. ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൈ മാത്രമേ പോയുള്ളൂ, എൻ്റെ ആത്മാവ് പൂർണ്ണതയുള്ളതാണ്. ഞാൻ എന്നൊരു വ്യക്തിക്ക് ഈ കൈയുടെ ആവശ്യമില്ല. എൻ്റെ വ്യക്തിത്വത്തിന് ഒരിക്കലും ഒരു കൈ അല്ലെങ്കിൽ ഒരു കാല് അതൊരിക്കലും ഒരു മാനദണ്ഡമല്ലെന്ന് മനസ്സിലായി. നമ്മൾ ഈ കൈ പോയാലും എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, ഞാൻ കംപ്ലീറ്റ് ആണ്, ഞാൻ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ഈ കൈ, കാല് അതെല്ലാം പലർക്കും പല അവയവങ്ങൾ നഷ്ടപ്പെടാം. ഈ അവയവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വേദന സെയിമാണ്. ഈ ആ വേദന കഴിയുമ്പോഴുള്ള ഒറ്റപ്പെടലാണ് പലരെയും അവരുടെ ജീവിതത്തിൽ താഴ്ത്തിക്കളയുന്നത്, മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ ഈ അപകടത്തിന് ശേഷം ആരെ കണ്ടാലും അവരുടെ വലത് കൈയാണ് എൻ്റെ ഫസ്റ്റ് സൈറ്റ് ഞാൻ കാണുന്നത്. എല്ലാവരുടെയും വലത് കൈ ഞാൻ കാണുവാനിടയായി. അതല്ല, മറ്റുള്ളവരുടെ വലത് കൈ കാണുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു വിഷമമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ കൈയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഈ കൈയില്ലെങ്കിലും കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് എന്നെ ആ അപകടത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു? കാരണം അതിനേക്കാൾ നിസ്സാരമായിട്ടുള്ള അപകടത്തിൽ പലരും മരിച്ചു പോയപ്പോൾ, അതിനുശേഷം പല അപകടങ്ങളും പത്രത്തിൽ വായിച്ചു. പലരും ഞങ്ങളുടെ അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി ഞാൻ അറിഞ്ഞു. പലരും 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും ഒക്കെ മരണപ്പെടുന്ന വാർത്ത ഞാൻ കേട്ടു. പക്ഷെ അതിനേക്കാളും ക്രൂരമായ ഒരു അപകടം നടന്നിട്ടും കർത്താവ് എന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ആർക്കും ലഭിക്കാത്തൊരു അത്ഭുതമാണ് എനിക്ക് നടന്നത്. ആ 4 ദൂതന്മാരായിട്ട് ആ ഡോക്ടർമാരെ അയച്ചെന്നെ ആ സൈറ്റിൽ നിന്ന് ആ കെയർ തന്നെ എന്നെ എടുത്തുകൊണ്ട് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനിടയായത്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അത്രത്തോളം കെയർ ചെയ്ത് കർത്താവ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അതാണ് എൻ്റെ ചോദ്യം. കർത്താവ് എന്തുകൊണ്ട് എന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു? ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സമയത്ത് എൻ്റെ ഒരു ആത്മീക അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പോഴും ഞാൻ പ്രത്യാശയില്ലാത്തവളായി മരിക്കുമായിരുന്നു. പക്ഷെ സുഖമരണമായിരിക്കുമായിരുന്നു. ഒരു വേദനയോ ഒന്നും അറിയാത്ത ഒരു മരണമായിരുന്നു എനിക്ക് ലഭിക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് മരിക്കാതെ തിരിച്ചു വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു. ഈ അപകടങ്ങളിൽ നമ്മൾ വിചാരിക്കും അപ്പോഴും മരിക്കുവാണെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു വേദനയായിരിക്കും. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് വേദന ഒന്നും അറിയില്ല. ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഒന്നും അറിയാതെ അങ്ങനെ മരിക്കുമായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് ആ വേദനയും കാര്യങ്ങളും എല്ലാം ഞാൻ അനുഭവിച്ചത്. ഈ വേദനയിൽ നിന്നെല്ലാം തിരിച്ചു വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവെ നീ എന്തുകൊണ്ട് എന്നെ ഈ അപകടത്തിൽ നിന്ന് വിളിച്ചു? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ ഒരിക്കലും നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഉത്തരവാദിത്വം, ആ ദൗത്യം പൂർത്തിയാക്കാതെ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ദൈവം കൊണ്ടുപോകില്ല. പലർക്കും പ്രയോജനപ്പെടാനായിരിക്കാം ഈ ഒരു കൈ ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിരിക്കാം ഒരു പക്ഷെ ദൈവം എന്നെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പലരും വന്നിട്ട് പല അവയവങ്ങൾ നഷ്ടപ്പെട്ടവരെ, അതുപോലെ ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടവരെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട്, മോളെ ഇനി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു, പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ 37 വർഷം ഈ കൈ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെയും ഈ കൈ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ഇതേ വിഷമം തന്നെ ഉണ്ടാകും. നമ്മുടെ വലം കൈയായിരുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ ആ ഒരു വിഷമം, ഒരു മരണം എന്നൊരു സംഭവം, സത്യം പറഞ്ഞാൽ ഈ ഒരു അവയവം നഷ്ടപ്പെടുന്നതും ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നഷ്ടപ്പെടുന്നതും എല്ലാം വേദന ഒന്ന് തന്നെയാണ്. ഈ മാനസികമായിട്ട് നമ്മൾ ആ ഒരു ഡൗണിലേക്ക് നമ്മൾ പോകും. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് കയറി വരാൻ പറ്റുന്നതാണ് നമ്മുടെ വിജയം. അതിന് ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിച്ചത്
ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട് പഠിച്ച വാക്യങ്ങളായിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോ വാക്യം പറയും. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ വാക്യം പറയും. അതുപോലെ പവർ വിഷൻ ചാനലിൽ ഞാൻ 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വചനങ്ങളും അനേകരുടെ സാക്ഷ്യം ഞാൻ ആ സമയത്ത് കേൾക്കുവാനിടയായി. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ കിട്ടി. ഇങ്ങനെ ജോനി എന്ന് പറഞ്ഞിട്ട്, ഞാൻ കുഞ്ഞിലെ വായിച്ചിട്ടുള്ളതാണെന്നാലും ആ ഒരു സമയത്ത് ഒരു ദേവദാസൻ എനിക്ക് ആ ഒരു ബുക്ക് കൊണ്ടുവന്ന് തരുവാനിടയായി. അത് ഞാൻ വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നമുക്കൊരു അപകടം ഉണ്ടായതിന് ശേഷം നമുക്കൊരു ലൈഫ് ദൈവം തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് പ്രയോജനം അല്ലെങ്കിൽ പ്രചോദനമാകും. മറ്റുള്ളവരെ നമുക്ക് ഡിപ്രഷനിലേക്ക് പോകാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എനർജി എനിക്ക് ലഭിക്കുവാനിടയായി. ഹോസ്പിറ്റലിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അപ്പോൾ വായിച്ചെത്തിയത് മത്തായി സുവിശേഷം 25-ാം അധ്യായമാണോ 6-ാം അധ്യായമാണോ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് കൺഫ്യൂഷനായിരുന്നു. ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാനായിട്ട് എൻ്റെ ബൈബിൾ കൊണ്ടുവന്നു. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അധ്യായം എന്ന് വെച്ചാൽ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായമാണ്. എന്നെ വിസിറ്റ് ചെയ്യാൻ പലരും വന്നപ്പോൾ അവരെ ഞാൻ ആശ്വസിപ്പിക്കുന്ന ഒരു തമാശയ്ക്കാണെങ്കിലും അവരോട് ഞാൻ പറയാറുണ്ട്, 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാളും ഒറ്റ കയ്യനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത് എന്ന് ഞാനിങ്ങനെ അവരോട് പറയും. അങ്ങനെ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു വിടാറുണ്ടായിരുന്നു. ആ ദിവസം എനിക്ക് വാക്യം ഞാൻ എടുക്കുമ്പോൾ മത്തായി 18-ാം അധ്യായമാണ് ഞാൻ വായിക്കാനെടുത്തത്. അപ്പോൾ ഞാൻ വായിച്ചത് നോക്കാതെ ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ വായിച്ചു തുടങ്ങുവാനിടയായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അന്ന് മരിച്ച് പോയിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് എന്നെ കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ മരിച്ചതാണ്. കാരണം ഒരു ശ്വാസമോ ഒരു പൾസോ ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് ഡോക്ടേഴ്സ് വരികയും എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തത്. ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രത്യാശയില്ലാത്തവളായി നരകത്തിലേക്ക് ഞാൻ ഉറപ്പായിട്ടും പോകുമായിരുന്നു. എന്നാൽ ദൈവം എന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് എന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന്, വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എനിക്കൊരു സെക്കൻഡ് ചാൻസാണ് തന്നത്. ആ ഒരു സെക്കൻഡ് ചാൻസ് പലർക്കും ലഭിക്കാത്തതാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അപകടം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അത് പലരും പറഞ്ഞവരുണ്ട്, നമ്മുടെ എന്തെങ്കിലും നമ്മുടെ തെറ്റുകൊണ്ടാണ്, നമ്മുടെ കുറവ് കൊണ്ടാണ് ഈ അപകടം വന്നതെന്ന് പലരും നേരിട്ടല്ലെങ്കിലും പലരിലൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്തവർക്കാണ് അപകടമെങ്കിൽ ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരുപാട് പേര് മരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ പോയവരും അപകടത്തിൽ പെട്ടു. അതുപോലെ വാഹനം ഓടിച്ച് പലരും അപകടത്തിൽ മരിച്ചു. അനേക ദേവദാസന്മാർ മരിച്ചു. അപ്പം നമ്മൾ അങ്ങനെ ഒരു മരണത്തെയും ഒരു അപകടത്തെയും ഒരിക്കലും ആരും വിധിക്കാൻ പാടില്ല. അത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപകടം നിറഞ്ഞ ലോകമാണ്. കൊറോണ എത്രയോ പേർക്ക് വന്ന് ഒരുപാട് പേര് മരിച്ചു. അത് ഈ പാപം ചെയ്തവരെയും തെറ്റ് ചെയ്തവരെയും സെലക്ട് ചെയ്തല്ല ഈ അപകടങ്ങളും രോഗങ്ങളും വരുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം, ഈ ലോകത്തിൻ്റെ അവസ്ഥകളെല്ലാം, ഈ കാലാവസ്ഥയും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരാം, മരണം വരാം, അപകടം വരാം. പക്ഷേ ഈ അപകടത്തിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മളെങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് മരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരായിട്ടാണോ മരിക്കുന്നത്? ഇതാണ് പ്രാധാന്യം. നമ്മൾ അപകടത്തിൽ ആര് വേണമെങ്കിലും മരിക്കാം, ആർക്ക് വേണമെങ്കിലും രോഗങ്ങൾ വന്ന് മരിക്കാം. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു, ഒരു ദിവസം ഇവിടെ നിന്ന് മരിച്ച് ഈ ലോകത്തിൽ നിന്നും നമ്മൾ കടന്നു പോകും. പക്ഷെ നമ്മൾ ആ മരിക്കുന്ന സമയത്ത് പ്രത്യാശയുള്ളവരായിട്ടാണോ മരിക്കുന്നത്? ഇത് മാത്രമാണ് പ്രാധാന്യം. എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമല്ല. നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ ജനിച്ചാൽ എങ്ങനെ വേണമെങ്കിലും മരിക്കാം. ഞാൻ ഈ സ്കൂട്ടറിൽ ഈ ട്രാവൽ പല ദിവസങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ പല മരണങ്ങളും കണ്ടിട്ടുണ്ട്. പലരും അപകടത്തിൽ പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ മരണത്തിനല്ല, അപകടമുണ്ടായി, 2 പേര് റോങ് ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 വാഹനങ്ങൾ ഇടിക്കുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ മരണപ്പെട്ട വ്യക്തിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നോ? ആ മരണപ്പെട്ട വ്യക്തി എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതിനനുസരിച്ചുള്ള മരണാനന്തര ജീവിതം ആ വ്യക്തിക്ക് ലഭിക്കും. അതല്ലാതെ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് ഒരു വ്യക്തിയും വിധിക്കാൻ നമുക്ക് അധികാരം ദൈവം തന്നിട്ടില്ല. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഒരു വ്യക്തിക്ക് അപകടം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആരെയും വിധിക്കാനോ അവരെ മുൻവിധിയോടെ കാണാനോ അവരെ തമാശയ്ക്കാണെങ്കിൽ പോലും ഇതുകൊണ്ടാണ് അത് സംഭവിച്ചെന്ന് ഒരിക്കലും അത് പറയരുത്. അതായിരിക്കും ഏറ്റവും വലിയ വേദന. ഈ മുറിവിനെക്കാളും വേദനയുള്ളതാണ് അങ്ങനത്തെ വാക്കുകൾ. ഒരിക്കലും ആരും ആരെക്കുറിച്ചും പറയാതിരിക്കട്ടെ.
അതുപോലെ ഈ ഈ അപകടം സംഭവിച്ചിട്ട് തിരിച്ച് വന്ന ചാൻസ്, നമ്മൾ പലരുടെയും ജീവിതം കാണുമ്പോൾ ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് കൂടെ അവർക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും നേരെ ചൊവ്വ ജീവിക്കാനൊരു ചാൻസ് അവർക്ക് ലഭിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവർക്ക് പലരും ആഗ്രഹിച്ചിട്ടും, പല കുടുംബാംഗങ്ങളും ആഗ്രഹിച്ചിട്ടും അവരുടെ റിലേറ്റീവ്സിനും അവർക്കൊന്നും ലഭിക്കാത്ത ഒരു ചാൻസ് ദൈവം എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയെങ്കിൽ ദൈവത്തിന് എന്തോ എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസത്തിനും ഒരുപാട് പേർക്കൊരു എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അപ്രകാരമായി തീരാൻ എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത കുഞ്ഞിന് 6 വയസ്സുണ്ട്, രണ്ടാമത്തെ കുഞ്ഞിന് 4.5 വയസ്സ്, മൂന്നാമത്തെ കുഞ്ഞിന് 3 വയസ്സ്. അങ്ങനെ 3 പൈതങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത്. എൻ്റെ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അമ്മയുണ്ടല്ലോ, കൈ പോയെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ ദൈവം അവരെ ബലപ്പെടുത്തി. അങ്ങനെ ദൈവം എന്നെ സന്തോഷത്തോടെ ഇന്നും നടത്തുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ തുടർന്ന് ഞാൻ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യുവാനുള്ളൊരു ചാൻസും ദൈവം തന്നു. ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഓണർ സാർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇവളെ റിസൈൻ ചെയ്യാൻ സമ്മതിക്കരുത്, ഞങ്ങൾക്ക് ഈ സ്റ്റാഫിനെ വേണം എന്നവർ പറയുവാനിടയായി. അങ്ങനെ എനിക്ക് ദൈവം നഷ്ടപ്പെടാമായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ആരും ഒരു ജോലി കൊടുക്കാൻ തയ്യാറാകില്ല. എന്നാൽ കർത്താവ് അവിടെയും എന്നോട് മനസ്സലിവ് കാണിച്ചു. അവർക്ക് എന്നോട് ദയ തോന്നി. എനിക്ക് വീണ്ടും അവിടെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചാൻസ്. ഇതുവരെയും അവരെന്നെ ലീവിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം അതാണ്. എനിക്ക് ഒരു നഷ്ടവും, ഈ കൈ നഷ്ടപ്പെട്ടു എങ്കിലും എനിക്കൊരു ആർട്ടിഫിഷ്യൽ ഹാൻഡ് ഞാൻ വെക്കാനുള്ള ഒരു പ്രോസസ്സിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടമല്ല. എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഈ അപകടത്തിലൂടെ എനിക്കൊരു തിരിച്ചറിവാണ് ഉണ്ടായത്. നമ്മളേത് നിമിഷവും മരണത്തിന് വേണ്ടി ഒരുങ്ങിയവരായിരിക്കണം. ഏത് നിമിഷവും നമ്മുടെ പ്രത്യാശ കൈവിടാൻ പാടില്ല. ഞാൻ അന്നൊക്കെ വിചാരിക്കുമായിരുന്നു, നാളെ പ്രാർത്ഥിക്കാം, ഈ വിഷമം മാറിയിട്ട് ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം, ഈ വിഷമം മാറിയിട്ട് എനിക്ക് വീണ്ടും വചനം വായിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ ഓരോ ദിവസവും പോസ്റ്റ്പോൺ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഞാൻ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടില്ലായിരുന്നു. ഇപ്പം എനിക്ക് ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തന്നു. അത് വളരെ ഒരു ഗോൾഡൻ ചാൻസാണ്. ഒരു മനുഷ്യനും കിട്ടാത്തൊരു ചാൻസാണ്. ദൈവം അത്രയും എന്നോട് എന്നെ സ്നേഹിച്ചു, എനിക്കൊരു ചാൻസ് തന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മൾ ഒരുങ്ങിയിരിക്കണം. മരണം ഏത് നിമിഷവും നമ്മുടെ അടുക്കൽ വരാം. രോഗമായിട്ടോ അതുപോലെ അപകടമായിട്ടോ, ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, യുദ്ധത്തിൽ മിസൈൽ വീണോ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, നമ്മളെല്ലാം നടന്നു പോകുന്നവരുടെ മേളിൽ തന്നെ വണ്ടി ഇടിച്ചിട്ട് മരിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് നിമിഷവും നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ടു വേണം നമ്മൾ ജീവിക്കാൻ. ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ നിമിഷവും നമ്മൾ പ്രത്യാശയുള്ളവരായി എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. അതുകൊണ്ട് ഓരോ സമയവും ഓരോ നിമിഷവും മരണം വന്നാലും നമ്മൾ പ്രത്യാശയുള്ളവരായി സന്തോഷത്തോടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളായിരിക്കണം. ഒരു മനുഷ്യനോട് നമ്മൾ പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും വെക്കാതെ വേണം എല്ലാവരുടെ സന്തോഷത്തോടെ എല്ലാവരോടും നമ്മൾ എപ്പോഴും കുറ്റമറ്റ മനസാക്ഷിയോടെ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അപ്രകാരം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കൊരു ചാൻസ് തന്നത് ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്നൊരു ചാനലാണ്. ഈ ചാനലിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ അനേകരുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത് പ്രയോജനമായെന്ന് ഞാൻ കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും ഒരു വ്യത്യാസം നൽകുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ ഈ ഒരു അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ദൈവിക ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകരെ കർത്താവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരെ അറിയിക്കുവാൻ ഈ ചാനലിലെ ദൈവം ഒരു മുഖാന്തരമായി ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.